മുത്തുമണികളെ കണ്ടോളി. നമ്മൾ ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന സിറ്റൗട്ട് ആട്ടോ, സിറ്റൗട്ട് അങ്ങനെ പോട്ടോ. ഈ വീട്ടിൽ അടിയൊക്കെ ടൈൽസ് ഇട്ടേ, ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സാധനം കണ്ട് വലിച്ചിട്ടുണ്ട്. ആകെ പൊടിയും ചണ്ടിയും ചമ്മലാണ്. ആ വലിച്ചിട്ട് സാധനമൊക്കെ ഇനി ആവശ്യമുള്ളതൊക്കെ എടുത്ത് തട്ടിക്കൊട്ടി ഓരോ റൂം കൊണ്ടിടാൻ പറഞ്ഞു. ഓക്കെ, നമ്മൾ സെറ്റാക്കിയാണല്ലേ. ഇതിൻ്റെ അകത്തെ സ്ഥിതി ഉണ്ടല്ലോ, ആകെ പൊടിയാണ് മുത്തുമണികളെ അല്ലേ. ഫുള്ള് പൊടിയാണ്, ആകെ പൊടിയാണ്. അപ്പോൾ ഇതിൽ ടൈൽസിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി ഇതിൻ്റെ ഇടയിലൊക്കെ ആ സാധനം തേക്കാണ്ട് അല്ലാ. അപ്പോൾ അതിൻ്റെ ഭാഗമായിരുന്നു ക്ലീൻ ആക്കണതാണ് അടുക്കളുടെ അവസ്ഥ. പറ്റങ്ങത്തി മുത്തുമണികളെ ശരിക്കും കണ്ടോളി, ബിഫോർ കണ്ടോളി. ആ ടൈലൊക്കെ തോന്നണം, ആകെ പൊടിയും ചണ്ടിയാണ്. എല്ലാം നമ്മൾ സെറ്റാക്കും. അങ്ങനെ വീട് മൊത്തത്തിൽ നമ്മൾ തട്ടിക്കൊട്ടുകയാണ്, മുകളിൽ നിന്ന് തുടങ്ങുകയാണ്. അങ്ങനെ നമ്മൾ മാറാലാട്ടം തുടങ്ങി വർക്ക് സ്റ്റാർട്ടാക്കിന്. പിന്നെ അതാ സകല അളമറ തോത്താണ്. പുറംഭാഗം മൊത്തം കംപ്ലീറ്റ് തോത്തിന് മിയാക്കും. പിന്നെ അത് അടുത്ത വർക്ക് ഏറെ നമ്മൾ വർക്ക് വീഡിയോ എടുത്തിട്ടുള്ള നമ്മളെ ബിഫോർ ആഫ്റ്റർ കാണുമ്പോൾ ലെങ്ത്ത് കൂടും. ആ വാതിൽ, ആ ജനവാതിലൊക്കെ, ആ വാതിലെന്നല്ല അങ്ങനെ വാതിലും ജനാതിലൊക്കെ തോത്തി. പിന്നെ ഇതാ കടുക്കണതാ ഫാൻ്റെ അവസ്ഥ ഇതാണ്. ഇവിടുത്തെ ബിഫോർ ഇതാ, അതിൻ്റെ ആഫ്റ്റർ ഇതാ കൊളുത്തി സെറ്റാക്കി കൊടുത്ത്. അങ്ങനെ താ മുത്തുമണികളിൽ നമ്മൾ നേരെ അടിച്ചേരിൻ്റെ പണിയിലെത്തി. അടിച്ചേരി കൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് പൊടി അടിച്ചേരി ആഫ്റ്റർ കാണിച്ചറ. പിന്നെ നമ്മൾ തുടപ്പണി തുടങ്ങിയേ മുത്തുമണികളെ തുടച്ചിട്ട് ഇങ്ങോട്ട് സെറ്റാക്കി കൊടുക്കുകയാണ്. 2 വട്ടം 3 വട്ടമൊക്കെ തുടച്ചിട്ടുണ്ടോ. അതാ പിന്നെ ആഫ്റ്റർ സിറ്റൗട്ട് മുതൽ നമുക്ക് കാണിച്ചറ. ആ ഡോറ്, ആ ജനാലൊക്കെ തോത്തിയിട്ട് നമ്മൾ ആ ഫ്രെയിമുകളൊക്കെ തോന്നി ഞാൻ തൂങ്ങിക്കണം അല്ലാന്നുള്ളത്. ആ സിറ്റൗട്ട് അങ്ങനെ ഈ ഇവിടെ കണ്ടമാനം ചണ്ടി ഞാൻ വരില്ല. അതൊക്കെ മാറ്റി ആവശ്യമുള്ള സാധനമൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് ആവശ്യമില്ലാത്ത പുറത്തൊക്കെ വലിച്ചിട്ട് സെറ്റാക്കി ഇതാ ഡൈനിങ് ഹാൾ കണ്ടോളി. അങ്ങനെ പോണതാ കണ്ടോളി മുത്തുമണികൾ. ആ ടേബിളൊക്കെ പുറത്ത് കഴിഞ്ഞാൽ അതൊക്കെ നമ്മൾ തോത്തി സെറ്റാക്കി ഉള്ളു കൊണ്ടുപോയിട്ടുണ്ടല്ലേ. പൊടിയൊക്കെ തട്ടി മിയാക്കി അങ്ങനെ പോയി ഇതാ റൂമിൻ്റെ അവസ്ഥ. ഈ റൂമുള്ള കട്ടിൽ പുറത്ത് വലിച്ചിട്ട് അൾമറ തോത്തി. നമ്മൾ അൾമറനെ മിററെ കണ്ടെങ്കിൽ തെളിങ്ങണതാ. ഇനി കൺവെൻഷൻ മോട്ടറൊക്കെ നോക്കിയിട്ട വേറെ ലെവലേക്കാണ് ഉണ്ടല്ലേ. സെറ്റാക്കി കൊടുത്ത് അത് അടിക്കഥ തെളിങ്ങണ്. പിന്നെ അതാ ഈ റൂമിലേക്കാണ് എല്ലാ സാധനവും വലിച്ചിട്ട് ആ ടേബിളൊക്കെ പുറത്തേനൊക്കെ തോത്തി ആണ്. ആ ബെഡും കാര്യം കട്ടിലൊക്കെ പുറത്തേന് അതൊക്കെ തോത്തി നമ്മൾ ഔത്തുകൊണ്ടിട്ട് കേട്ടോ മിയാക്കി. പിന്നെ അതാ മുത്തുമണികളെ അടുക്കളയ്ക്ക് കാണിച്ചാൽ അത് അടുക്കളയുടെ ഭാഗം അല്ലേ. ആ മേശയും കാര്യം അവിടെ അതൊക്കെ തോത്തി സെറ്റാക്കി കൊടുത്തു. ഇങ്ങനെ വന്ന് ഇവിടെയൊക്കെ തോത്തിന്. ഇനി അല്ലറ ചെറിയ പൈൻറ്റിങ്ങിൻ്റെ പണിയൊക്കെ ഉണ്ട്. എന്നാൽ അതിൻ്റെ ഭാഗമായിട്ട് ഇതിന് മുമ്പുള്ള വേസ്റ്റും കാര്യമൊക്കെ ഒന്ന് ഒഴിവാക്കി ക്ലീൻ ചെയ്താണ് അല്ലേ. കിച്ചൺ ഇതാ സെറ്റാക്കി. ഇതാ സിങ്കും ഇവിടെ കണ്ടെങ്കിൽ അതൊക്കെ തെളിങ്ങണതാ കണ്ണടച്ചില്ല. ഇവിടെയൊക്കെ തോത്തി ചുമരൊക്കെ ഫുൾ കംപ്ലീറ്റ് പൊടി. സിങ്കൊക്കെ കണ്ടില്ലേ തേക്കി മിയാക്കി സെറ്റാക്കി കൊടുത്ത്. അങ്ങനെ പോകുന്ന അടുപ്പും കണ്ണിയൊക്കെ. ഇനി നമ്മൾ ലാസ്റ്റ് ഫൈനൽ വർക്ക് ഇതാ ബാത്റൂം. ഒരു ബാത്റൂം വെക്കണം. ഇതിൻ്റെ അവസ്ഥ ഉണ്ടെങ്കിൽ ബിഫോർ കുഴപ്പമില്ലാത്ത പറ്റങ്ങത്തിന് അല്ലാ അത് നമ്മൾ സെറ്റാക്കൂട്ടെ മുത്തുമണികളെ. അങ്ങനെ അതാ ക്ലോസറ്റ് ഇതാ ഉണ്ടല്ലേ ഒക്കെ കണ്ടോളി. അങ്ങനെ നമ്മൾ വരെ തുടങ്ങിയതാണ് നമ്മൾ ലാസ്റ്റ് ഫൈനൽ വർക്ക്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് നമ്മൾ ചാനൽ ഇതിലേക്ക് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി മാത്രം ചെയ്താൽ മതി. ഇത് ആഫ്റ്റർ ഇതോടെ നമ്മൾ വൈബങ്ങും ഫിനിഷ് ചെയ്യണില്ല. ആഫ്റ്റർ ശരിക്കൊണ്ട് ഏതല്ലേ തെളിങ്കി മറിഞ്ഞതാണ്. ഇതോടെ നമ്മൾ വൈബങ്ങ് ഫിനിഷ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോസിൽ കാണാൻ നോക്കാൻ. ഓക്കെ, ഗുഡ് ബൈ, താങ്ക് യു. ഏതായാലും ബാത്റൂമിൽ കടന്നു.